ഹലോ ഗൈസ്, ഈ സെഷനിൽ നമുക്ക് എങ്ങനെ വേർഡ്പ്രസ് വെബ്സൈറ്റ് കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വേർഡ്പ്രസ് സീരീസിലെ 6th വീഡിയോ ആണ്. ഇതിനു മുമ്പുള്ള സെഷൻസ് കാണാത്തവർ ആ വീഡിയോ കാണാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ടെസ്റ്റിംഗ് തുടങ്ങിയ വീഡിയോസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഏതൊരു കരിയർ ഗ്യാപ്പ് വന്നവർക്കും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളവർക്ക് ടെക് ജോബ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഐ എം സാഹിർ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഫിഡിയർ ലേണിംഗ്. കസ്റ്റമൈസ് ചെയ്യുന്നതിന് മുമ്പ് ഈ പേജിനകത്ത് എന്ത് വേണം? കുറച്ച് കണ്ടൻസ് ഉണ്ടാവണം. പക്ഷെ നമ്മുടെ ഈ പേജിനകത്ത് കണ്ടൻസ് ഒന്നുമില്ല, കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് കുറച്ച് കണ്ടന്റ് ഈ പേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കണ്ടന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റഡിങ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഒരു വെബ്സൈറ്റ് മാത്രം ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഡമ്മി ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഡമ്മി കണ്ടൻസ് നമുക്ക് കിട്ടും, കണ്ടോ? ഓക്കെ, ഈ ഡമ്മി കണ്ടന്റ് നിങ്ങൾക്ക് അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര കണ്ടന്റ് വേണോ അത്രയും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അല്ല, നിങ്ങൾക്ക് ജെനുവിൻ കണ്ടന്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് റൈറ്റ് ചെയ്യാം. അല്ല, ഇപ്പോൾ അല്ലാതെ എവിടെയെങ്കിലും കുറച്ച് ജെനുവിനായിട്ട് തോന്നുന്ന കുറച്ച് കണ്ടന്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് AI ടൂൾസ് ഉണ്ട്. അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം? കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമുക്ക് കണ്ടന്റ് അവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇപ്പം ഞാനിപ്പം കണ്ടന്റ് 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 2 പാരഗ്രാഫേ ഉള്ളൂ. ആ കണ്ടന്റ് ഞാൻ എടുത്തത് ChatGPT എന്നാണ്. ഇപ്പോൾ ChatGPTയിലുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ChatGPT എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ChatGPTയിൽ അക്കൗണ്ട് തുടങ്ങാം, എങ്ങനെ ChatGPT വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ChatGPTയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് Edure ലേണിങ്ങിനകത്ത്. നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണ്ടന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം പേജസിനകത്ത് ഹോം പേജിൽ പോവുക. അപ്പോൾ നമ്മൾ ഹോം പേജാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹോമിനകത്ത് പോയിട്ട് ഹോം പേജ് ഒന്ന് എഡിറ്റ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ടു ചൂസ് എ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കണ്ടന്റ് നമ്മൾ കോപ്പി ചെയ്ത കണ്ടന്റ് കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ജസ്റ്റ് രണ്ട് പാരഗ്രാഫേ ഉള്ളൂ. നമുക്ക് തൽക്കാലം നമ്മുടെ സ്റ്റഡിങ് പർപ്പസിന് വേണ്ടി ഈ 2 പാരഗ്രാഫ് മതി. അല്ല, ഒരു ബെറ്റർ SEO ചെയ്തെടുക്കുന്ന പേജൊക്കെയാണ്, വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം അതിനകത്ത് 300 വേർഡ്സ് വരെ വേണം എന്നാണ് പറയുന്നത്. മിനിമം 300 വേർഡ്സ് എങ്കിലും അതിനകത്ത് വേണം. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റഡിങ് പർപ്പസിനായതുകൊണ്ട് നമ്മൾ 2 പാരഗ്രാഫാണ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ വെബ്സൈറ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? കസ്റ്റമൈസേഷനകത്ത് പോവുക. ഓക്കെ, ഇപ്പം നമ്മൾ ആഡ് ചെയ്ത കുറച്ച് കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് കസ്റ്റമൈസേഷൻ അത് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഈ കസ്റ്റമൈസേഷൻ ആദ്യം വരുന്നത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ആക്റ്റീവ് തീം ഓഷ്യൻ WP ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് വരുന്നത് സൈറ്റ് ഐഡൻറ്റിറ്റി ആണ്. ഈ സൈറ്റ് ഐഡൻറ്റിറ്റിക്കകത്ത് വരുന്നത് നമ്മുടെ സൈറ്റ് ടൈറ്റിലാണ്. ഒന്ന് Edure സ്റ്റുഡൻസ് ട്രെയിനിങ് എന്ന് നമ്മൾ നേരത്തെ കൊടുത്തായിരുന്നു. അടുത്ത് വരുന്നത് സൈറ്റ് ടാഗ് ലൈൻ ആണ്, Edure ഫോർ എ ബെറ്റർ കരിയർ. ഇവിടെ നിങ്ങൾക്ക് അത് കാണാനും പറ്റും, കണ്ടോ? ഓക്കെ, ഇനി അതിൻ്റെ താഴെ വരുന്നത് സൈറ്റ് ഐക്കൺ ആണ്. ഈ സൈറ്റ് ഐക്കൺ നമ്മളോട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സൈറ്റ് ഐക്കൺ ആണ് നിങ്ങൾ എവിടെ കാണുന്നത്? ഇപ്പോൾ ഈ ഒരു വേർഡ്പ്രസിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ നിങ്ങൾ കാണുന്നത് ആ സൈറ്റ് ഐക്കൺ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് സൈറ്റ് ഐക്കൺ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് സൈറ്റ് ഐക്കൺ ഉണ്ടെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. സൈറ്റ് ഐക്കൺ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, canva.com. അപ്പം ഈ ക്യാൻവയ്ക്കകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സൈറ്റ് ഐക്കണൊക്കെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു റഫ് ഒരു സൈറ്റ് ഐക്കൺ കൊടുത്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഗൂഗിളിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. ജസ്റ്റ് നമ്മൾ സ്വന്തമായിട്ടൊരു ഐക്കൺ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്കതിനകത്ത് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഇപ്പം നമുക്ക് എലമെൻറ്റ്സ് വെച്ച് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ആൾറെഡി അവർ അപ്ലോഡ് ചെയ്ത് വെച്ച ഡിസൈൻസ് ഉണ്ടാവും, അതിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ഒരെണ്ണം നോക്കാം.
ഇതിനകത്തുള്ള എലമെൻസിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. നമുക്ക് ഈ ലോഗോ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്കതിന് സൈറ്റ് ഐക്കൺ എന്നൊന്ന് റീനെയിം ചെയ്ത് നമ്മൾ ഇടാം. ഓക്കെ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെലക്ട് സൈറ്റ് ഐക്കൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിവിടെ അപ്ലോഡ് ഫയൽസിനകത്ത് ആ സൈറ്റ് ഐക്കൺ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സെലക്ട് കൊടുക്കുക. നമുക്ക് ഈ ഇമേജ് ക്രോപ്പ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ സ്ക്രിപ്റ്റ് ക്രോപ്പ് കൊടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ സൈറ്റ് ഐക്കൺ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിനൊന്ന് പബ്ലിഷ് ചെയ്യുക. ഓക്കെ. പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഒരു യൂസർ നമ്മൾ വെബ്സൈറ്റ് അടിക്കുമ്പോൾ കാണുന്ന പേജ്. ഇതിനകത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ, ആ വേർഡ് പ്രസിൻ്റെ സിമ്പിൾ അവിടെ മാറി നമ്മൾ കൊടുത്ത സൈറ്റ് ഐക്കൺ ആവും. കണ്ടോ? ഓക്കെ. അതാണ് നമ്മൾ ഈ സൈറ്റ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം വരുന്നതാണ് മെനൂസ്. നമ്മൾ നേരത്തെ ഈ ഹോം, ബ്ലോഗ്, സർവീസ്, എബൌട്ട് അസ്, കോൺടാക്ട് അസ് ഒക്കെ നമ്മൾ നേരത്തെ സെറ്റിങ്സിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പഠിച്ചായിരുന്നു. സെയിം തന്നെയാണ്. നമുക്കിപ്പം ഒരു ടോപ്പ് ബാറിലൊരു മെനു വേണം. ഇപ്പം ഈ ഒരു പ്ലേസ് യുവർ കണ്ടന്റ് ഹിയർ എന്ന് പറയുന്ന ടോപ്പ് ബാറാണ്. അവിടെ ഒരു മെനു വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ടോപ്പ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ മെനു നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ടോപ്പ് ബാർ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മെനു നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനാണ് ഈ മെനൂസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വിഡ്ജറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫൂട്ടറിൽ വിഡ്ജറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഡ്ജറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം വരുന്നത് ഹോം പേജ് സെറ്റിങ്സ് ആണ്. ഹോം പേജ് സെറ്റിങ്സ് നമ്മൾ സെറ്റിങ്സിനകത്ത് നിന്ന് മാറ്റിയായിരുന്നു. നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഒരു ലേറ്റസ്റ്റ് പോസ്റ്റിൽ നിന്ന് നമ്മൾ സ്റ്റാറ്റിക് പേജ് ആക്കി കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഹോം പേജ് ഹോം ആക്കി കൊടുത്തു. പിന്നെ പോസ്റ്റ് പേജ് ബ്ലോഗ് ആക്കി കൊടുത്തു. ആ സെയിം സെറ്റിങ്സ് ആണ് ഇവിടെയും വരുന്നത്. അടുത്ത് വരുന്നത് ടൈപ്പോഗ്രഫി. ഈ ടൈപ്പോഗ്രഫിക്കകത്താണ് നമ്മുടെ ഇതിൻ്റെ ഫോണ്ട് കംപ്ലീറ്റ് മാറ്റുന്നത്. നമ്മുടെ ബോഡിയുടെ ഫോണ്ട് ആവട്ടെ, നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഹെഡിങ്സ് ഒന്നും ഇല്ല കറൻ്റ്ലി. ഹെഡിങ് ഉണ്ടെങ്കിൽ ഹെഡിങ്സിൻ്റെ ഫോണ്ട് ആവട്ടെ, നമ്മുടെ ഈ മെനൂസിൻ്റെ ഫോണ്ട് ആവട്ടെ, ഫോണ്ട് എല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഓരോന്നിനും ഇൻഡിവിജ്വലി നമുക്ക് ഫോൺസും കളേഴ്സും എല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഹെഡിങ്സിൻ്റെതാണെങ്കിൽ ഹെഡിങ്സിൻ്റെ H1 ഹെഡിങ് ടാഗ് വരുന്നത് മാത്രമാണെങ്കിൽ H1. ഇപ്പോൾ ഈ H1 to H6 എന്ന് പറഞ്ഞ് ഹെഡിങ് ടാഗ്സ് നമുക്കുണ്ടാവും. ഓക്കെ. ഈ H1 എന്ന് പറയുന്നത് വലിയ ഹെഡിങ്ങും H6 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഹെഡിങ് ആയിരിക്കും. അതായത് ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള ഹെഡിങ് നമ്മൾ കൊടുക്കുന്നത് H1 ടാഗും ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ളതിന് നമ്മൾ കൊടുക്കുന്നത് H6 ആയിരിക്കും. ഓക്കെ. അങ്ങനെ ഇൻഡിവിജ്വലി H1, H2, H3, H4 ഇങ്ങനെ ഉള്ളതിൻ്റെ ഹെഡിങ്ങിൻ്റെ നമുക്ക് ടൈപ്പോഗ്രഫി, അതായത് നമ്മുടെ ഫോണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ ടോപ്പ് ബാർ മെനു ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോണ്ട് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാം. മെയിൻ മെനു, ഇതാണ് നമ്മുടെ മെയിൻ മെനു എന്ന് പറയുന്നത്, അതിൻ്റെ ഫോണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് ചേഞ്ച് ചെയ്യാം. അടുത്ത് മൊബൈൽ മെനു നമുക്ക് ഇതിനകത്ത് നിന്ന് ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് രണ്ടെണ്ണം നോക്കാം. നമുക്ക് ബോഡിയുടെ ഇതൊന്നും എടുക്കാം. ഇപ്പോൾ ഫോണ്ട് നമുക്ക് ഡിഫോൾട്ടാണ് കിടക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതിനൊന്ന് മാറ്റി നോക്കാം. ഓക്കെ. കണ്ടോ? നമ്മൾ ഇവിടെ മാറ്റുന്നതനുസരിച്ച് നമുക്കവിടെ നമ്മുടെ ഫോണ്ടും മാറും. ജസ്റ്റ് പോപ്പിൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം.
കണ്ടോ? നമ്മൾ നമ്മുടെ ബോഡിയുടെ ഫോണ്ട് മാറ്റുന്നതിനനുസരിച്ച് നമുക്കിവിടെ നമ്മുടെ ബോഡിയുടെ ഫോണ്ട് കംപ്ലീറ്റ് മാറി വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് മെനുവിൻ്റെ കൂടെ നോക്കാം. മെയിൻ മെനു ജസ്റ്റ് നോക്കിക്കോണം. ഓക്കെ, ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചേഞ്ചസ് ഇവിടെ വരുത്തിയാലും നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അതിനാണ് നമ്മൾ ടൈപ്പോഗ്രഫി യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നത് ജനറൽ ഓപ്ഷൻസ് ആണ്. ജനറൽ ഓപ്ഷൻ അതാണ് ജനറൽ സ്റ്റൈലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഈ ജനറൽ സ്റ്റൈലിങ്ങിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടോ, ഈ സെർച്ചിൻ്റെ ഒക്കെ ബ്ലാക്ക് ആണ്, പ്രൈമറി കളർ ബ്ലാക്കും നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ വരുന്ന കളർ എന്താണ്, ഒരു സ്ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു കളറുമാണ് അല്ലേ. നമുക്ക് അതൊക്കെ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പം നമുക്ക് പ്രൈമറി കളർ നമുക്ക് വേണ്ടത് ഒരു ഓക്കെ ഈ ഒരു ഗ്രീൻ ആണെന്ന് വെച്ചോ, നമുക്ക് ഇത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഇവിടെ നിന്ന് മാറത്തില്ല. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. കാരണം റീഫ്രഷ് ചെയ്ത് കൊടുത്താലേ കളേഴ്സ് ഒക്കെ ഒന്ന് അപ്ലൈ ആവത്തുള്ളൂ. ജനറൽ ഓപ്ഷൻസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കണ്ടോ, അവിടെ ആ ഒരു ഗ്രീൻ കളറായി മാത്രം. ഓക്കെ, ഈ ഹോവർ ചെയ്യുന്നത് മാറിയിട്ടില്ല. അത് നമുക്ക് വേണമെങ്കിൽ അവിടെ കളേഴ്സ് ചെന്ന് ആ ഒരു സ്റ്റൈലിംഗ് ചെന്ന് നമുക്ക് ആ ഒരു കളർ ഹോവർ ചെയ്യുമ്പോൾ കളറും മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് സൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഇപ്പോൾ വൈറ്റ് ആണ്, അത് നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇമേജ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ അവിടെ ഇമേജ് ആവും. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി നമുക്ക് വേറെ കളർ കൊടുക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ജനറൽ സ്റ്റൈലിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇമേജ് എടുക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ മാറത്തില്ല. ഇമേജ് റിമൂവ് ചെയ്യുക. ഇമേജ് റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ മാറ്റിക്കഴിഞ്ഞാൽ കളർ മാറും. കണ്ടോ? ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ലിങ്കോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കളേഴ്സൊക്കെ ഇവിടെ മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം വരുന്നത് ജനറൽ സെറ്റിങ്സ്. ജനറൽ സെറ്റിങ്സിനകത്ത് ഇത് കണ്ടോ, നമുക്കിവിടെ സൈഡിൽ ഒരു നമ്മുടെ ലേ ഔട്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിപ്പം നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കണ്ടന്റ് മാത്രം മതി, ഇങ്ങനെയുള്ള വിഡ്ജറ്റ്സും ബാക്കി കാര്യങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതനുസരിച്ച് ലേ ഔട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ മാറ്റി കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സൈറ്റിനകത്ത് വിഡ്ജറ്റ്സും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കറക്റ്റ് റൈറ്റ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പാഡിങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലേ ഔട്ടിൻ്റെ ഇപ്പം നമുക്ക് വിഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലേ ഔട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ജനറൽ സെറ്റിങ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് പേജ് ടൈറ്റിലാണ്. ഇത് നമ്മുടെ പേജ് ടൈറ്റിലിൻ്റെ ഹെഡിങ്ങിൻ്റെ ഫോണ്ട് മാറ്റണോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ മാറ്റണോ, അതിൻ്റെ പാഡിങ് അഡ്ജസ്റ്റ് ചെയ്യാനോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പേജ് ടൈറ്റിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് സ്ക്രോൾ ടു ടോപ്പ് ആണ്. ഈ സ്ക്രോൾ ടു ടോപ്പ് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ ഏറ്റവും താഴെ നിൽക്കുന്നത് ഈ ഒരു ബട്ടൺ കണ്ടോ, ഇതാണ് സ്ക്രോൾ ടു ടോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ബട്ടണിൻ്റെ പൊസിഷൻ മാറ്റാനും വേറെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് അതനുസരിച്ച് ഇവിടെ ബട്ടൺ എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ഈ സ്ക്രോൾ ടു ഡൗൺ ബട്ടൺ മാറ്റാനും അതിൻ്റെ കളർ മാറ്റാം, അത് ഹോവർ ചെയ്യുമ്പോൾ വേറെ കളറാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്ക്രോൾ ടു ടോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് പേജിനേഷൻ ആണ്. നമുക്കതിൻ്റെ അലൈൻമെൻറ്റ് നോക്കാനും അതുപോലെ തന്നെ ഹോവർ ചെയ്യുമ്പോൾ കളർ മാറ്റാൻ, ബോർഡർ, ഫോണ്ട് സൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ പേജിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ലാസ്റ്റ് ഈ ചില വെബ്സൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 1 2 3 4 അടുത്ത പേജിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള നമ്പേഴ്സ്, അതാണ് നമ്മൾ പേജിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ ഫോണ്ട് അലൈൻമെൻറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വേറെ കളറാവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്.